ഒരു വിപ്ലവ യുഗത്തിനന്ത്യമാവുകയാണ് വി.എസ്. അച്യുതാനന്ദൻ. അദ്ദേഹത്തിന് അവസാനമായി യാത്രയയപ്പ് നൽകാനൊരുങ്ങുകയാണ് കേരള ജനത. 9 മണിയോടുകൂടി ദർബാർ ഹാളിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിനായി കൊണ്ടുപോകും. അവിടെ 2 മണിവരെയാണ് പൊതുജനങ്ങൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ ജനത്തിരക്കോ ജനബാഹുല്യമോ ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഈ ഒരു സമയം മാറ്റം വന്നേക്കാമെന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാവുകയാണ്. സെയ്ഫ് സൈൻ ലാബ്ദീൻ ചേരുകയാണ്. സെയ്ഫ്, എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും അവിടെ ദർബാർ ഹാളിലും പൂർത്തിയായി കഴിഞ്ഞു. കൃത്യമായി 9 മണിയോടുകൂടെ തന്നെ വീട്ടിൽ നിന്ന് മൃതദേഹം കൊണ്ടുപോകുമെന്ന് അറിയുന്നുണ്ട്. പക്ഷേ സമയമോ കാലമോ ഒരുപക്ഷെ സമയത്തിനും കാലത്തിനും അതീതമായി പ്രവർത്തിച്ച ഒരു ജനനേതാവിനെ ഒരുപക്ഷെ ഈ 2 മണി സമയം എന്നുള്ള ഒരു സമയത്ത് ഒരുപക്ഷെ വിലാപയാത്രയെ കൊണ്ടുപോകാൻ സാധിച്ചേക്കില്ല എന്നുകൂടെ മനസ്സിലാക്കുകയാണ്. കാരണം അത്രത്തോളം ജനങ്ങൾക്ക് അദ്ദേഹത്തെ കാണാനും ആദരാഞ്ജലി അർപ്പിക്കാനും ഒക്കെ ഉണ്ടാകും. ഒരുപക്ഷെ എല്ലാ സമയക്രമങ്ങളും തെറ്റാനുള്ള സാധ്യത കൂടി നമ്മൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട്. അതെ ജിൽസി, ഇപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ പുലർച്ചെ മുതൽ നമ്മളിവിടെ വന്ന സമയം മുതൽ ഏതാണ്ട് ഒരു 6 മണിക്ക് നമ്മൾ വന്ന സമയം മുതൽ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. ആൾക്കാർ രാവിലെ മുതൽ 6 മണി മുതൽ ഇങ്ങോട്ടേക്ക് വി.എസിനെ അവസാനമായി കാണാൻ വേണ്ടി എത്തിച്ചേരുന്നത്. ഇപ്പോൾ 7:30 സമയം. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് എത്തിച്ചേരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വി.എസിനെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനൊപ്പം തന്നെ വി.എസിനെ സ്നേഹിക്കുന്ന ആൾക്കാർ, പാർട്ടിക്ക് അതീതമായി വി.എസിനെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, പാർട്ടി പ്രവർത്തകരുണ്ട്. അവരെല്ലാം വി.എസിനെ കാണാൻ വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇത് ഉണ്ണി അസീമ എൻ്റെ കൂടെ ലോ കോളേജിൽ പഠിച്ച ആളാണ്. വി.എസിന് സുഖമില്ല എന്നറിഞ്ഞ സമയത്ത് വി.എസിന് പല സമയങ്ങളിലും വി.എസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. എന്ത് തോന്നുന്നു അസീം? ഒന്നും പറയാനില്ല. ഇതാണ് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ആൾക്കാർക്ക്, അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വൈകാരികമാണ് വി.എസ്. അച്യുതാനന്ദൻ എന്നുള്ളത്. വി.എസിന് സുഖമില്ല എന്നുള്ള വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട്, വി.എസിൻ്റെ എങ്ങനെയുണ്ട്, ആരോഗ്യനില എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാറുണ്ട്. അത് ഓരോ സമയത്തും ഓരോ ദിവസവും മെഡിക്കൽ ബുള്ളറ്റിൻ വരുന്ന സമയങ്ങളിൽ വാർത്ത നമ്മൾ ടിക്കറിൽ എഴുതി കാണിക്കുന്ന സമയത്ത് അവരിങ്ങനെ വിളിച്ച് ചോദിക്കുക എങ്ങനെയുണ്ട് ആരോഗ്യനില എന്ന് ചോദിക്കാറുണ്ട്. ഒരു വല്ലാത്ത വൈകാരിക ബന്ധം വി.എസ്. അച്യുതാനന്ദനോട് ഈ മനുഷ്യർക്കെല്ലാം തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലും വി.എസ്. അച്യുതാനന്ദൻ എന്തെങ്കിലും ചിലപ്പോൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരിക്കില്ല ആ സ്നേഹമെന്നുണ്ടാകുന്നത്. അത് വേറൊരു തരത്തിലുള്ളൊരു കോംറേഡ്ഷിപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത് ആയിരിക്കാം. ആ നിലപാടുകളുടെ ഭാഗമായിട്ടുണ്ടാകുന്നൊരു ജനക്കൂട്ടത്തെയാണ് നമ്മൾ കാണുന്നത്. അത് ഇന്നലെ 9 മണിക്ക് വി.എസ്. അച്യുതാനന്ദനെ AKG സെൻറ്ററിൽ നിന്ന് വീട്ടിലേക്ക്, ഈ വേലിക്കകത്ത് വീട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ 9 മണിക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചില്ല. 11:30 വരെ ഒരു ക്യൂ ആയിട്ട് ആൾക്കാരെ വിട്ട് വി.എസിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അപ്പോഴും ജനത്തിരക്ക് കാരണം അങ്ങനെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. പിന്നീട് പോലീസും പാർട്ടിയും ഇടപെട്ടാണ് ആ ക്യൂ വേഗത്തിലാക്കുകയും 2-3 ലൈനായിട്ട് മാറ്റി ആൾക്കാരെ പെട്ടെന്ന് വി.എസിനെ കാണിച്ചുകൊണ്ട് ഏതാണ്ടൊരു 11:50 വി.എസിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. 12:15 കഴിഞ്ഞു വി.എസിൻ്റെ മൃതദേഹം ഇവിടേക്ക് എത്തിച്ച സമയത്ത്. അപ്പോഴും പാർട്ടി നേതാക്കന്മാരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് 9 മണിക്ക് കൊണ്ടുപോകണം എന്നാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ആൾക്കൂട്ടം കൂടുതലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 9 എന്നുള്ളത് ചിലപ്പോൾ വൈകിയേക്കാം. എന്തായാലും ദർബാർ ഹാളിലേക്ക് എത്തിച്ചേരുമ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്ന ഒരു ജനക്കൂട്ടമുണ്ട്. പക്ഷേ അതേപോലെ തന്നെയുള്ള ഒരു ജനക്കൂട്ടം വി.എസ്. അച്യുതാനന്ദൻ്റെ അവസാനമായി കാണാൻ വേണ്ടിയുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ 2 മണിയോടുകൂടി ഇവിടെ നിന്ന് വി.എസിൻ്റെ മൃതദേഹം വിലാപയാത്രയായിട്ട് ദേശീയപാതയിലൂടെ ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അത് ജിൽസി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആൾക്കാരുടെ എണ്ണം നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. കാരണം വി.എസിനെ സ്നേഹിക്കുന്ന ആൾക്കാർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരികയാണ്, വിവിധ ജില്ലകളിൽ നിന്ന് വരികയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വി.എസിനെ കാണാൻ വേണ്ടി, അവസാനമായി ഒന്ന് കാണാൻ വേണ്ടി എത്തിച്ചേരുകയാണ്. വി.എസുമായി ആത്മബന്ധം പുലർത്തുന്ന ആൾക്കാരുണ്ട്, വി.എസിൻ്റെ നിലപാടുകളോട് സ്നേഹമുള്ള മനുഷ്യന്മാർ ഉണ്ട്. വി.എസ് രോഗശയ്യയിലായ സമയം മുതൽ വി.എസിനെ കുറിച്ച് തിരക്കുന്ന മനുഷ്യന്മാർ ഉണ്ട്. അവരെല്ലാവരും എന്തായാലും വി.എസിന് അവസാനമായി ഒന്ന് കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ CPM-ൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരല്ല. CPM ഇന്നലെ തന്നെ അതിനകത്തൊരു തീരുമാനമെടുക്കുന്നു. ഇപ്പോൾ
പാളയം ഇമാം ആണ് ഈ വാഹനത്തിൽ വരുന്നത്. പാളയം ഇമാം അല്പസമയത്തിന് സുഹൈബ് മൗലവി അദ്ദേഹം അല്പസമയത്തിനകം തന്നെ VS-നെ കാണാൻ വേണ്ടി വീട്ടിനകത്തേക്ക് കയറുകയും ചെയ്യും. അങ്ങനെ വലിയ ജനത്തിരക്ക് നമുക്ക് രാവിലെ പുലർച്ചെ മുതൽ ഇവിടെ ഇങ്ങനെ ഒരു ജനങ്ങൾ VS-നെ കാണാൻ വേണ്ടി വരുന്നൊരു കാഴ്ച നമുക്ക് കാണുന്നുണ്ട്. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വർദ്ധിക്കും. കാരണം ഒന്ന് പകൽ സമയമായി പൊതുദർശനം തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ജനത്തിരക്ക് വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ VS-നെ കാണാൻ വേണ്ടി ആൾക്കാർ എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. യെസ്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ VS-നെ കാണാനായി നിരവധി ആളുകൾ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ വേലിക്കകത്തെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ മാത്രമല്ല, സാധാരണക്കാരായ ആളുകൾ പോലും തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഒഴുകുന്ന കാഴ്ചകൾ കൂടിയാണ്. അല്പസമയത്തിനകം തന്നെ ദർബാർ ഹാളിലും പൊതുദർശനം തുടങ്ങും. അവിടേക്കും നിരവധി ആളുകൾ എത്തിച്ചേരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നീട് ആലപ്പുഴയിലേക്കുള്ള വിലാപയാത്രയാണ്. ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ തന്നെ സംഭവബഹുലമായ ഒരു വിലാപയാത്രയായി ഇത് മാറാനുള്ള സാധ്യതയുമുണ്ട്. അത്രത്തോളം ആളുകൾ ഇന്നലെ മുതൽ അദ്ദേഹത്തെ കാണാനായി ഒഴുകിയെത്തിയിരിക്കുകയായിരുന്നു. ഓരോ തവണയും അദ്ദേഹം ആശുപത്രിയിലാണ്, മരണക്കിടക്കയിലാണെന്നുള്ള വാർത്തകൾ വരുമ്പോൾ പോലും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം എങ്ങനെയാണോ രാഷ്ട്രീയ ജീവിതം, അദ്ദേഹത്തിൻ്റെ പൊതുജീവിതം എങ്ങനെയാണോ കൊണ്ടുപോയത്, അത്രയും തീക്ഷ്ണമായ പോരാട്ടങ്ങളിലൂടെ, അത്രയും ആർജവത്തോടുകൂടെ പലപ്പോഴായി അദ്ദേഹം ഓരോ തിരിച്ചടികളിൽ നിന്നും കയറി വന്ന ചരിത്രം നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെയാണ് അദ്ദേഹം ജീവിതത്തോടും അവസാന നാളുകളിൽ വാർദ്ധക്യ സഹജമായ രോഗങ്ങളോടുമൊക്കെ പടപൊരുതിയത്. ഇപ്പോൾ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് ഏതാണ്ട് ഒരു മാസത്തോളമായിട്ട് പോലും അദ്ദേഹം ഓരോ സമയത്തും അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥയോടുകൂടും പടപൊരുതിക്കൊണ്ടിരുന്നു. VS എന്നത് ഒരിക്കലും നിലയ്ക്കാത്ത നിതാന്തമായ സമരങ്ങളുടെ പോരാട്ടത്തിന്റെ പ്രതീകമാണ് കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം. VS എന്ന രണ്ടക്ഷരത്തിന് മരണമില്ല എന്ന് പറയുമ്പോഴും അദ്ദേഹം നിശ്ചലനായി കിടക്കുന്നത് ഓരോരുത്തരെയും വൈകാരികമായി തന്നെ സമ്മർദ്ദത്തിൽ ആഴ്ത്തുന്നത് കൂടെ നമ്മൾ കണ്ടു. കണ്ണ് നിറഞ്ഞുകൊണ്ട് ഓരോരുത്തരും പുറത്തേക്ക് ഇറങ്ങുന്നു. പലരും പ്രതികരിക്കാൻ തയ്യാറായില്ല. ചിലർ അദ്ദേഹത്തിനൊപ്പമുള്ള വളരെ നല്ല ഓർമ്മകളൊക്കെ പറഞ്ഞു വെക്കുന്നു. മറ്റു ചിലർ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് കണ്ണ് തുടച്ചുകൊണ്ട് മടങ്ങുകയാണ്. VS മലയാളികൾക്ക് എന്നല്ല, ഇന്ത്യക്ക് തന്നെ ലോകം കാത്തുവച്ച കരുത്തനായ ഒരു നേതാവായിരുന്നു. സർവോപരി എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. പല വിമർശനങ്ങൾ ജീവിതത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഉയർച്ച താഴ്ചകളിലൂടെ കടന്നു വന്ന വളരെ സാധാരണക്കാരനായ ഒരു നേതാവ്, ആലപ്പുഴയിൽ നിന്ന് വളർന്നു വന്ന അദ്ദേഹം പിന്നീട് പലതരത്തിലുള്ള ഉയർച്ച താഴ്ചകളിലൂടെ, അത് അദ്ദേഹത്തിൻ്റെ സംഘടനാ തലത്തിലാവട്ടെ പാർലമെന്ററി ജീവിതത്തിലാവട്ടെ നിരവധി ഉയർച്ച താഴ്ചകളിലേക്ക് സധൈര്യം നേരിട്ടുകൊണ്ട് സ്വന്തം നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കാതെ, വ്യക്തിത്വത്തിൽ നിന്ന് വ്യതിചലിക്കാതെ പലപ്പോഴും പാർട്ടിക്കാൻ അഭിമതനായിട്ടുണ്ട് അദ്ദേഹം എന്നുള്ളത് കൂടിയാണ്. പക്ഷേ പലതവണ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് ശാസനകൾ ഏറ്റുവാങ്ങുമ്പോൾ, നടപടികൾ ഏറ്റുവാങ്ങുമ്പോൾ സ്വന്തം നിലപാടുകൾ മാറ്റിയിരുന്നില്ല. അതേസമയം പാർട്ടിയെ വെല്ലുവിളിക്കാനും തയ്യാറായിരുന്നില്ല. പാർട്ടി നൽകുന്ന ശിക്ഷണങ്ങൾ അത് ശിരസാ വഹിക്കുന്നു. അതേസമയം സ്വന്തം നിലപാടുകളെ പാർട്ടിക്ക് വേണ്ടി ഒരിക്കലും മാറ്റിയിരുന്നില്ല. അപൂർവങ്ങളിൽ അപൂർവമായ വ്യക്തിത്വത്തിനുടമയായിരുന്നു VS എന്നുള്ളത് കൂടിയാണ് പലരും ഓർത്തെടുക്കുന്നത്. കേരള രാഷ്ട്രീയം, കേരള സമൂഹം അത് കണ്ടതുമാണ്. പലതരത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഏറ്റുവാങ്ങിയ ഒരുപാട് അധസ്ഥിതരായ ജനങ്ങൾ കൂടിയുണ്ട്. പലതരത്തിലുള്ള നടപടികൾ സ്ത്രീകൾക്കൊപ്പം പരിസ്ഥിതിക്കൊപ്പമൊക്കെ അദ്ദേഹം നിലയുറച്ചു നിന്നത് നമ്മൾ കണ്ടതാണ്. പല സമരമുഖങ്ങളിലും ആവേശമായിരുന്നു VS എന്ന രണ്ടക്ഷരം. പല സമരത്തെയും വിജയിപ്പിക്കാൻ കെൽപ്പുള്ള ആ നേതാവിനെ തങ്ങളുടെ സമരവേദിയിൽ എത്തിക്കാൻ ഓരോരുത്തരും ആഞ്ഞു ശ്രമിച്ചതും നമ്മൾ കണ്ടതാണ്. മതികെട്ടാനിലും ഒപ്പം തന്നെ പ്ലാച്ചിമടയിലും മറ്റ് സമര രംഗത്തുമൊക്കെ അദ്ദേഹത്തെ നിരന്തരമായി കണ്ടുകൊണ്ടിരുന്നതാണ്. VS എന്നത് നിലയ്ക്കാത്ത പോരാട്ടമായിരുന്നു, നിരന്തരമായ പോരാട്ടമായിരുന്നു, കീഴടങ്ങാത്ത ശക്തിയായിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി 83-ാമത്തെ വയസ്സിലാണ്, കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയായി അദ്ദേഹം അധികാരമേൽക്കുന്നത് 83-ാമത്തെ വയസ്സിലാണ്. അതുവരെ സംസ്ഥാന മന്ത്രിസഭയിലൊരു മന്ത്രിസഭാംഗം പോലും അദ്ദേഹം ആയിരുന്നില്ല എന്നുള്ള കാര്യം കൂടി ആലോചിക്കേണ്ടതാണ്. പലപ്പോഴും അധികാര രംഗത്തേക്ക് അദ്ദേഹം എത്തിയിരുന്നില്ല. സംഘടനാ തലത്തിൽ അദ്ദേഹം കാണിച്ച പാടവം, സംഘടനയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അദ്ദേഹം കാണിച്ച പാടവം, ഒപ്പം തന്നെ മനുഷ്യരുടെ സാധാരണ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് എങ്ങനെ ജനകീയനായ നേതാവായി നിലനിൽക്കാമെന്ന് അദ്ദേഹം പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുത്തു. ഒരേ സമയം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമാകാൻ VS-ന് മാത്രമേ കഴിയൂ. സ്വന്തം നിലപാടുകളോട് പോലും പടപൊരുതാനുള്ള ആർജവം അത് ചുരുക്കം ചില മനുഷ്യർക്കേ ഉണ്ടാവൂ. അതുണ്ടായിരുന്നു VS-ന്. അതുതന്നെയാണ് VS എന്ന രണ്ടക്ഷരത്തെ അത്യുജ്വലമായി ജ്വലിപ്പിക്കുന്ന ഓർമ്മയായി നിലനിർത്തുന്നതും.